ഹായ്, ഏവർക്കും ലോട്ടോമൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ റിസൾട്ട് വന്നിട്ടുണ്ട്. നമ്മൾ ഇന്നലെ എടുത്തിരുന്ന ടിക്കറ്റ് എന്ന് പറയുന്നത് 49-50-10 മുതൽ 49-50-19 വരെയുള്ള കണ്ടിന്യൂ ആയിട്ടുള്ള 10 സെറ്റാണ് നമ്മൾ എടുത്തിരുന്നത്. 12 10 സെറ്റ്. അത് 5118 രൂപയുടെ ടിക്കറ്റാണ് നമ്മൾ ഇന്നലെയും എടുത്തിരുന്നത്. നമ്മുടെ ഇന്നത്തെ റിസൾട്ട് വന്നിട്ടുണ്ട്. നമുക്ക് റിസൾട്ടിലേക്ക് കിടക്കാം. ഒന്നാം സമ്മാനം അടിച്ചിരിക്കുന്നത് തൃശ്ശൂരാണ്. 1756 DD 78-1756 അടിച്ചിരിക്കുന്നത്. രണ്ടാം സമ്മാനം 30 ലക്ഷം അടിച്ചിരിക്കുന്നത് കണ്ണൂരാണ്. DC 59-41-13. മൂന്നാം സമ്മാനം അടിച്ചിരിക്കുന്നത് കട്ടപ്പനയിലാണ്. DJ 50-88-38. 5000 പ്രൈസ് വേണ്ടിയിരിക്കുന്നത്. 5000-ൽ നമ്മുടെ നമ്പറായ 5010 മുതൽ 5019 വരെയുള്ള ഒന്നും പിടിച്ചിട്ടില്ല. 5122 ആണ് പിടിച്ചിരിക്കുന്നത്. 2000-ലും 5010 മുതൽ 19 വരെ പിടിച്ചിട്ടില്ല. 1000-ൽ വരുമ്പം 5010 മുതൽ പിടിച്ചിട്ടില്ല. 500 വരുമ്പോഴും പിടിച്ചിട്ടില്ല. 500-ലും വന്നിട്ട് 5176 മുതലാണ് പിടിച്ചിരിക്കുന്നത്. 200-ലേക്ക് വരുമ്പോൾ 5008 പിടിച്ചിട്ടുണ്ട്. നമ്മുടെ 5010 2 നമ്പർ വ്യത്യാസത്തിൽ നമുക്ക് 2400 രൂപ നഷ്ടപ്പെട്ടിരിക്കുന്നു. ഈ നമ്പർ 5000 മുതൽ 5009 വരെയാണ് നമുക്ക് ഷോപ്പിൽ ആദ്യം എടുത്തു വെച്ചിരുന്ന നമ്പർ. നമ്മൾ പോയി ചേഞ്ച് ചെയ്തെടുത്ത നമ്പറാണ് 5010 മുതൽ 5019 വരെ. അതാണ് ഭാഗ്യം. നമുക്ക് വേണ്ടി എടുത്തു വെച്ചിരുന്ന നമ്പർ നമ്മൾ തള്ളിക്കളഞ്ഞിട്ടായാലും ഭാഗ്യമില്ലെങ്കിൽ വെളി വരും എന്നുള്ളതാണ് ഒരു സത്യം. 5008 നമുക്ക് 2400 രൂപ നഷ്ടപ്പെട്ടിരിക്കുന്നു 2 നമ്പറിന്. പിന്നെ 100-ലേക്ക് വരുമ്പോൾ 5003 പിടിച്ചിട്ടുണ്ട്. 5003 1200. അപ്പം നമ്മുടെ കഴപ്പ് കൊണ്ട് 3600 രൂപ നമുക്ക് പ്രൈസിൽ നിന്ന് അടിക്കേണ്ടതാണ്. അതിന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അത് നമുക്ക് നമ്മളവിടെ വിളിച്ചു പറഞ്ഞപ്പോൾ അവരെടുത്ത് മാറ്റി വെച്ചിരുന്ന DC 5000 മുതൽ 5009 വരെ ആയിരുന്നു. ഞാൻ അവിടെ ചെന്നിട്ട് അത് ചേഞ്ച് ചെയ്ത് 5010 മുതൽ 5019 വരെ മാറ്റിയെടുത്തതാണ്. അതുകൊണ്ട് തന്നെ അത് നമ്മുടെ കഴപ്പ് കൊണ്ടാണ് അത് പോയത്. എന്നാലും കുഴപ്പമില്ല. നമുക്ക് ഇന്നത്തെ DC നമ്മൾ അടിച്ചിട്ടുണ്ട്. ഇന്നത്തെ DCയുടെ ഡീറ്റെയിൽ നാളെ സബ്സ്ക്രൈബ് ചെയ്യുന്ന ആൾക്കാർക്ക് പറ്റത്തുള്ളൂ. 179 രൂപ കൊടുത്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്ക് മാത്രമേ അത് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റൂ, കാണാൻ പറ്റൂ. പിന്നെ എൻ്റെ ടിക്കറ്റ് അടിക്കത്തില്ല എന്ന് ഉള്ളവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ട ഒരു നിർബന്ധമില്ല. ഞാൻ എന്തായാലും ഞാനിപ്പോൾ രാവിലെ അങ്ങനെ ആക്കിയപ്പോൾ തന്നെ 4-5 പേര് അൺസബ്സ്ക്രൈബ് ചെയ്ത്, അതൊരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ 10 പേര് തിരിച്ച് സബ്സ്ക്രൈബ് ആവുകയും ചെയ്ത്. എങ്ങനെയായാലും നമുക്ക് 70-80 പേര് വെച്ച് ഡെയിലി സബ്സ്ക്രൈബ് ആവുന്നുണ്ട്. അതിപ്പോൾ കുറഞ്ഞാലും എനിക്ക് പ്രശ്നമില്ല. ഞാൻ യൂട്യൂബിൽ നിന്ന് വരുമാനം ഉണ്ടാക്കി ജീവിക്കാൻ നോക്കുന്ന ആളല്ല. പിന്നെ ഞാൻ ഇത് ചെയ്യുന്നത് ഞാൻ യൂട്യൂബിൽ ഒരു റിസ്ക് എടുത്ത് ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ഞാൻ യൂട്യൂബിൽ ഇട്ട് പോകുന്നേ ഉള്ളൂ. അത് മനസ്സിലാക്കാൻ പറ്റുന്നവർ മനസ്സിലാക്കുക, സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നവർ സപ്പോർട്ട് ചെയ്യുക, ഇഷ്ടപ്പെടാത്തവർ അൺസബ്സ്ക്രൈബ് ചെയ്യുക, കളഞ്ഞിട്ട് പോവുക. അല്ലാതെ നിങ്ങൾ വന്നിട്ട് ഞാൻ നശിച്ചു പോകുന്നു, മുടിഞ്ഞു പോകുന്നു എന്നും പറഞ്ഞാൽ ഒരിക്കലും ഞാൻ നേരെ ആകത്തില്ല. ഞാൻ ഇങ്ങനെ തന്നെ പോകും. ഞാൻ എന്തായാലും 100 ദിവസം കംപ്ലീറ്റ് ചെയ്യും. പിന്നെ എനിക്ക് അധികം സംസാരിക്കാൻ വോയിസ് ഇല്ല. കാരണം ഇപ്പം ഞാൻ നഷ്ടത്തിലായതുകൊണ്ട് ഞാൻ പറയുന്നത് വലിയ ലോജിക്കൊന്നും ഇല്ല എന്ന് എനിക്ക് നല്ലൊരു ബോധ്യമുണ്ട്. പിന്നെ എനിക്ക് എന്തെങ്കിലും സംസാരിക്കാൻ പറ്റുമെങ്കിൽ ഇത് അടിച്ച് ലാഭത്തിലാക്കിയിട്ട് വന്നിട്ട് നമ്മൾ പക്കായിട്ട് സംസാരിക്കും. അതുവരെ നമ്മൾ ഈ ഒഴുക്കം വട്ടി തന്നെ പോകും. നിങ്ങൾ പറയുന്ന എന്തും ഞാൻ കേൾക്കും. സമ്മാനം അടിച്ചു കഴിയുമ്പോൾ ഞാൻ തിരിച്ച് വന്നിട്ട് പറയാനുള്ള എല്ലാം പറയും. അതുകൊണ്ട് പ്രഡിക്ഷൻ എന്തായാലും ഫ്രീ ആയിട്ട് ഇനി പ്രഡിക്ഷൻ തരാൻ ഉദ്ദേശിക്കുന്നില്ല. എന്തായാലും കമ്പനി ഇഷ്ടത്തിലാണ്. അപ്പോൾ പിന്നെ ഞാൻ ഈ ടിക്കറ്റ് അടിക്കുന്നതിലൂടെ ഫ്രീ ആയിട്ട് കൊടുക്കുമ്പം ഇഷ്ടംപോലെ ആൾക്കാർ വന്ന് കയറും. അത് വേണ്ട. നമ്മളിപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നതും നമ്മൾ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ 179 പേർക്കല്ല, 20 എന്നല്ല. അത് കുറേ പേര് കമൻറ്റ് ചെയ്ത് പൈസ ഇല്ല. അതുകൊണ്ട് ഞാൻ അങ്ങനെയുള്ളവർക്ക് 179 രൂപ അവരെ കൊണ്ട് കൊടുപ്പിച്ചിട്ട് അവരെ കൊണ്ട് ഇത് ചെയ്യിക്കാൻ ഞാൻ തയ്യാറാണ്. അത് പ്രശ്നമുള്ള കാര്യമല്ല. അത് നമ്മൾ ചെയ്യുകയും ചെയ്യാം. നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ പേര് നമുക്കറിയാമല്ലോ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആരൊക്കെയാണ്. അവരെ നമ്മൾ തീർച്ചയായിട്ടും തിരിച്ച് സപ്പോർട്ട് ചെയ്യും. പിന്നെ ഈ പ്രഡിക്ഷൻ എന്തായാലും 179 രൂപ സബ്സ്ക്രൈബ് ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രം പ്രെഡിക്റ്റ് ചെയ്താൽ മതി. അതെല്ലാ പ്രാവശ്യം ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യും. എല്ലാ ദിവസവും റീലായിട്ട് അപ്ലോഡ് ചെയ്യും. താല്പര്യമുള്ളവർ മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക. എനിക്ക് ഒരു നിർബന്ധമില്ല. ഞാൻ ഒരു കാരണവശാലും സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ആർക്കും പറയത്തില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം പ്രെഡിക്റ്റ് ചെയ്യണമെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക. അല്ലാതെ പ്രെഡിക്റ്റ് ചെയ്യാൻ ഞാൻ സമ്മതിക്കത്തില്ല. പിന്നെ സന്തോഷ വാർത്തയെന്ന് പറഞ്ഞാൽ നമ്മുടെ
200 60,478 രൂപ നമ്മൾ നഷ്ടത്തിലായി. നമ്മൾ മൊത്തം 1,21,206 രൂപ ടിക്കറ്റ് എടുത്തു. നമുക്കതിൽ 60,728 രൂപയാണ് മൊത്തം സമ്മാനവും DC കൂടെ അടിച്ചിരിക്കുന്നത്. നഷ്ടം വരുന്നത് 60,478 രൂപ നഷ്ടത്തിൽ പിടിച്ചിട്ടുണ്ട്. നമ്മൾ ഇന്നെടുത്ത DC കൂടാതാണ്. ഇന്നൊരു DC 5,118 രൂപയുടെ എടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് റീൽ സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്ക് ആ റീലിൽ കയറി പ്രെഡിക്റ്റ് ചെയ്യാം, നമ്പരും അറിയാം. പിന്നെ നിങ്ങൾക്ക് വിശ്വാസമില്ല ഒരു കാരണവശാലും സബ്സ്ക്രൈബും ചെയ്യേണ്ട, ആ റീല് കാണുകയും വേണ്ട, പ്രെഡിക്റ്റ് ചെയ്യേണ്ട. ഇതൊരു വിശ്വാസമാണ്. നമുക്ക് നമ്മളെ തന്നെ വിശ്വാസമില്ല, പിന്നെ ആരെയോട് വിശ്വാസമുള്ളത്? അതുകൊണ്ട് എനിക്ക് ഭയങ്കര കോൺഫിഡൻറ്റാണ്. എത്ര പൈസ പോയാലും എനിക്ക് ഒരു സങ്കടവും ഇല്ല. പൈസ ഇല്ലേ, അത് ഞാൻ ഉണ്ടാക്കും, അത് പിന്നത്തെ കാര്യം. പിന്നെ നമ്മുടെ വിശ്വാസം ഇല്ലയോ വലുത്. നമുക്ക് വേറെ ഉള്ളൊരു പലരും, നിങ്ങളിപ്പോൾ എന്തോ ചെയ്താലും 10 പേര് നിങ്ങൾ നല്ലത് പറഞ്ഞാൽ 50 പേര് തിരിച്ചു പറയും. അതുകൊണ്ട് നമുക്ക് അതൊരു പ്രശ്നമേ അല്ല. ഞാൻ ആര് പറയുന്നത് കേൾക്കത്തില്ല. നല്ലത് പറഞ്ഞാലും എനിക്ക് പ്രശ്നമില്ല, ചീത്ത പറഞ്ഞാലും കുഴപ്പമില്ല. ഞാൻ ഇത് ചെയ്യാൻ തീരുമാനിച്ചു, അതുകൊണ്ട് ഞാൻ അത് ചെയ്യുന്നു. അത് ചെയ്ത് തീർത്തിട്ടേ ഞാൻ അടങ്ങത്തുള്ളൂ. ഓക്കെ, അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നവരൊക്കെ സപ്പോർട്ട് ചെയ്യുക, അല്ലാത്തവരൊക്കെ അടിയൊന്ന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് പോവുക. ഞാൻ ഇതൊന്നും കേൾക്കുന്നുമില്ലേ, കാണുന്നുമില്ലേ. അപ്പം നാളത്തെ റിസൾട്ട് വന്നതിന് ശേഷം കാണാം. ഓക്കെ, താങ്ക് യു.